വരാനിരിക്കുന്ന ഇലക്ഷനിൽ BJP ജയിക്കൂ. കാരണം എന്താണ്? ഈ പറയുന്ന UPA ആണോ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണോ, അതോ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണോ? ഇതൊന്നുമല്ല. പിന്നെന്താണ്? EVM തട്ടിപ്പാണോ? അതുമല്ല. പിന്നെന്താണ്? ലീഗലൈസിംഗ് ബ്രൈറ്റ് ത്രൂ ദ സ്കീംസ്. സ്കീമുകളിലൂടെ, ഗവൺമെന്റ് സ്കീമുകളിലൂടെ കൈക്കൂലി ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിയമപരമാക്കിക്കൊണ്ടിരിക്കുകയാണ് കൈക്കൂലി BJP സർക്കാർ. ദേ ആർ ഹൈജാക്കിംഗ് ദ ഡെമോക്രസി ഓഫ് ദിസ് നേഷൻ. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ബീഹാർ ഇന്നോ തുടങ്ങിയതല്ല. ഇതിനൊരു പാറ്റേൺ ഉണ്ട്. അതിപ്പോൾ അതാ ഉത്തർപ്രദേശിൽ വന്ന് നിന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും ഇതിന്റെ പ്ലാൻ എന്താണെന്ന്. അത് നമുക്ക് പരിശോധിക്കാം. പലരും പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്റെ അറിവിൽ. എന്നാൽ പലരും പറയുന്നത് പോലെ അല്ലെങ്കിൽ ചോദിക്കുന്നത് പോലെ ഇറ്റ്സ് എൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ അതോ ഇലക്ഷൻ കമ്മീഷൻ ഫോർ BJP ആണോ? കാരണം ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വർഷമായി നടന്നിട്ടും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മൗനമാണ്. നമുക്ക് ഇതിന്റെ പാറ്റേൺ നോക്കാം. ആദ്യം തന്നെ നവംബർ 2023 മധ്യപ്രദേശിൽ അസംബ്ലി ഇലക്ഷന് തൊട്ട് മുൻപ് ഒരു സ്കീം സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രി ലഡ്ലി ബെഹ്ന യോജന. ഇത് പ്രകാരം സ്ത്രീകളായിട്ടുള്ള, അതായത് എലിജിബിൾ ആയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള 21 വയസ്സ് മുതൽ 60 വയസ്സിന്റെ ഉള്ളിലുള്ള എലിജിബിൾ സ്ത്രീകൾക്ക് 1000 രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആൻഡ് പലരും പറയുന്നത് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്നാണ്. അതായത് പല വോട്ടുകളും ഇത് കാരണമായി BJP പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ 2024 മുഖ്യമന്ത്രി ലഡ്കി ബെഹ്ന യോജന. ഓക്കെ, ഇത് പ്രകാരം 1500 രൂപ ഡയറക്ട്ലി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അതായത് എലിജിബിൾ ആയിട്ടുള്ള 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തോ ഇലക്ഷന്റെ ഒരു മാസം മുൻപാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഇത് ഇലക്ഷനെ ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് 2025 അസംബ്ലി ഇലക്ഷൻ ബീഹാർ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കീം, മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന. ഇത് പ്രകാരം ഡയറക്ട്ലി ട്രാൻസ്ഫറിംഗ് ആൻഡ് ഇനീഷ്യൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 10,000 രൂപ ഓരോ അക്കൗണ്ടിലേക്കും. ഏകദേശം പറയുന്നത് വെച്ചാൽ 1.5 crore 1.5 കോടി ബെനിഫിഷ്യറീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്, അതായത് നേരിട്ട് ബാങ്കിലേക്ക് അയക്കുന്ന ഒരു സ്കീമാണ്. ഇത് പ്രകാരം ഇലക്ഷന്റെ തൊട്ട് മുൻപാണ് ഇതും 10,000 രൂപയാണ് വുമൻസിന് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ പോയി ഒരാളോട് പണം കൊടുത്തിട്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്കൊരു വ്യത്യാസവും തോന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? എന്തുകൊണ്ടാണ് ഈ കാര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് മനസ്സിലാവാത്തത്? അതോ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നതാണോ? ഇലക്ഷന്റെ തൊട്ട് മുൻപ് ഇതുപോലൊരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് ആ ഇലക്ഷന് ബാധിക്കുമെന്ന് ആർക്കും മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് മനസ്സിലാവുന്നത്? ഇപ്പോൾ അതാ ഉത്തർപ്രദേശിലേക്കും ഈ ഒരു സംഭവം വരുന്നുണ്ട്, ഈ ഒരു പാറ്റേൺ. അതായത് ഫെബ്രുവരി 2027 അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് അസംബ്ലി ഇലക്ഷൻ ഉത്തർപ്രദേശിൽ നടത്താൻ പോകുന്നത്. അതിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് ലഡ് ചെയ്യുന്ന BJP ഗവൺമെന്റ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 50,000 രൂപ ക്യാഷ് ഡിപ്പോസിറ്റ് സ്കീം ഫോർ വിമൻ സ്ത്രീകൾക്ക് 50,000 രൂപ, 1000-ഓ 10,000-ഓ അല്ല, 50,000 രൂപ ഉള്ള സ്കീമാണ് ഇപ്രാവശ്യം അവർ അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് വെച്ചാൽ സോഴ്സസ് പറയുന്നത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഈ കാര്യം നടപ്പിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 20,000 രൂപ ഇലക്ഷന് മുൻപ്, അതായത് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷന് മുൻപാണ് ഈ 20,000 രൂപ അയച്ചു കൊടുക്കുക. അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 30,000 രൂപ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അതായത് 10,000 10,000 10,000 വെച്ചിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബാക്കി കൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ BJP എങ്ങനെയാണ് തോക്കുക? ഈ ഒരു സ്കീം പ്രകാരം ഇത് ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണെങ്കിലും ഒരു സ്ത്രീക്ക് 20,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സ്ത്രീക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ അല്ല ഇത്. ഒരു വീട്ടിലേക്ക് ആണ് ആ ഒരു 20,000 രൂപ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഫാമിലി മുഴുവനായിട്ടും ടേൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ടാർഗറ്റ്, ആ ഒരു സ്ത്രീയല്ല. ആ സ്ത്രീയിലൂടെ ആ എൻ്റെ ഫാമിലിയാണ് ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ യോഗി ആദിത്യനാഥ് UPയിലെ ചീഫ് മിനിസ്റ്റർ, അവരുടെ ഇരട്ടത്താപ്പ് ഒന്ന് കണ്ടാലോ? നമുക്കൊരു വീഡിയോ കാണാം. आज ये कह रहे हैं कि हम स्कूलों का वीडियो बनाएंगे। जरूर बनाओ भाई। हमने तो ऑपरेशन कायाकल्प के माध्यम से हर स्कूल के अच्छी फ्लोरिंग बनवाने में योगदान किया है। बालक और बालिकाओं के लिए अलग अलग टॉयलेट बनवाए हैं, पेयजल की व्यवस्था दी है, स्मार्ट क्लास और डिजिटल लाइब्रेरी वहाँ दी है, फर्नीचर देने के कार्य किए गए हैं। हर बच्चे को 1,60,00,000 बच्चे के लिए
बैग भी दिया है, बुक्स भी दिया है, 2 यूनिफॉर्म प्रत्येक बच्चे को, जूता मोजा स्वेटर, ये सारी सुविधाएं उपलब्ध करवा रहे हैं। सवाल ये 17 के पहले क्या था? 17 के पहले न भवन थे, और भवन था तो शिक्षक नहीं था, शिक्षक नहीं था, शिक्षक है तो छात्र नहीं थे, अगर छात्र भी है शिक्षक भी है तो आधे बच्चे सत्र पूरा होने के पहले ही छोड़ करके चले जाते थे, क्योंकि पेयजल की व्यवस्था नहीं थी, टॉयलेट नहीं थे। കേട്ടില്ലേ? ഇതിൽ നമ്മുടെ യോഗിജി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ക്യാഗൽപ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അത് പ്രകാരം നമ്മുടെ എഡ്യൂക്കേഷണൽ റിഫോം നടത്തിയിട്ടുണ്ട്. അതായത് എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും വളരെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് എന്താ പറയാ, ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ബിൽഡ് ടോയ്ലറ്റ്സ്, ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബിൽഡിങ്സ്, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം, ഡിജിറ്റൽ ലൈബ്രറീസ്, അങ്ങനെയുള്ള അതുപോലെ പ്രോപ്പർ ഫേർണിച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ ഇതിനെ പറ്റിയ വീഡിയോ ചെയ്തതാണ്. അതുപോലെ തന്നെ സ്കൂൾ ബാഗ്സ്, ബുക്സ്, അതുപോലെ യൂണിഫോംസ്, അങ്ങനെ ഷൂസ്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട്, അതായത് CJP പറയുന്നത്, നിങ്ങൾ ധൈര്യമായി വന്ന് വീഡിയോയും ഫോട്ടോ എടുത്തോളൂ എന്നാണ് നമ്മുടെ യോഗി ആദിത്യനാഥ് ഒരാഴ്ച മുൻപ് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ? ഇത് ഇട്ടിട്ടുള്ളത് 19/8/2026 ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസർ അയോധ്യ, അയോധ്യയിൽ നിന്നും വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുപോലെ യൂട്യൂബേഴ്സിന് വരാൻ പറ്റില്ല, സോഷ്യൽ മീഡിയ വരാൻ പാടില്ല, ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരാൻ പാടില്ല. ഇവരൊന്നും വന്നിട്ട് ഇവിടുത്തെ വീഡിയോ, ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. സ്റ്റുഡൻസിനെ എടുക്കാൻ പാടില്ല, ടീച്ചേഴ്സിനെ, സ്റ്റാഫിനെ ഇതൊന്നും എടുത്തിട്ട് ഓൺലൈനിൽ ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാര്യം നടത്താൻ പാടില്ല. റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് യൂട്യൂബേഴ്സ് ഒന്നും വന്നിട്ട് എന്ത് ചെയ്യാനുള്ള, കൗൺസിൽ സ്കൂൾസ്, അതായത് അയോധ്യ ഡിസ്ട്രിക്റ്റിന്റെ അതോറിറ്റിയിലുള്ള ഒരു സ്കൂളിന്റെ, അതായത് ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള, അയോധ്യ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്കൂളിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് പ്രൊഹിബിറ്റഡ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് യോഗി ആദിത്യനാഥ് 2 ദിവസം മുൻപാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ധൈര്യമായി വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കൂ എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അയോധ്യ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഒരു സർക്കുലർ ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഇതിനു മുമ്പ് രാജസ്ഥാനിൽ ഇതുപോലെ പോയിട്ട് CJP പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് രാജസ്ഥാൻ ഗവൺമെന്റും ഇതുപോലെ ഒരു സർക്കുലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രാജസ്ഥാൻ സ്റ്റേറ്റിലെ ഒരു സ്കൂളിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ അങ്ങനെ ആര് വന്നിട്ടും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രിക്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല സെക്ഷൻ വെച്ചിട്ട് കേസ് എടുക്കുമെന്നും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് പോക്സോ കേസ് അടക്കം എടുക്കുമെന്നാണ് ആ ഒരു സർക്കുലറിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സർക്കുലറിൽ അങ്ങനെ ഒരു പോക്സോ കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഒന്നും പോവാതെ തന്നെ അവർ തന്നെ പറയുകയാണ്, ഇങ്ങോട്ടേക്ക് വരണ്ട, കാരണം ഇവിടുത്തെ സ്കൂളുകളൊക്കെ പരിതാപകരമായിട്ടുള്ള രീതിയിലാണുള്ളത്, നിങ്ങൾ ഇതെടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മളെ നാണം കെടുത്തല്ലേ എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്. എന്താണല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്കൂളിന്റെ ഒക്കെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുക, ജയിക്കുക. എന്നാൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? അതില്ല. എനിക്ക് പറയാനുള്ളത്, പണം കൊടുത്തിട്ടല്ല വോട്ട് വാങ്ങിക്കേണ്ടത്. വോട്ട് കിട്ടേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിനുശേഷം ജനങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ പോളിസീസ്, നമ്മളുടെ കാഴ്ചപ്പാട്, ഐഡിയോളജി, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ നമുക്ക് വോട്ട് ചെയ്യണം, നമ്മളെ ജയിപ്പിക്കണം. അല്ലാതെ പണം കൊടുത്തിട്ടല്ല ജയിപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.